إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുകയും അതിലായിട്ട് തന്നെ മരണപ്പെടാൻ നാം അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ട് വലിയ വലിയ പാഠങ്ങൾ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് വിവരിച്ച് നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെല്ലാം കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരു വൃക്ഷത്തിന്റെ കാര്യം പറയുകയാണ്. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിനശ്ശജരി ഷജറ, മരങ്ങളുടെ കൂട്ടത്തിൽ വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഒരു വൃക്ഷമുണ്ട്, ലാ യസ്ഖുതു വറഖുഹാ, അതിന്റെ ഇല അത് കൊഴിഞ്ഞു പോകുകയില്ല. വ ഇന്നമാ മസലുൽ മുസ്ലിം, അതിനോട് സാദൃശ്യമുള്ളത് ഒരു മുസ്ലിമിനെ കുറിച്ചിട്ടാണ് അതിന് പറയാൻ പറ്റുക. അള്ളാഹുവിന്റെ അടിമയായ ഒരു മുസ്ലിമിനെയാണ് നമുക്ക് ആ മരത്തോട് ഉപമിക്കാവുന്നത്. ഫഹദ്ദിസൂനി മാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, നിങ്ങൾ പറയുക ഏതാണ് ആ വൃക്ഷം എന്ന് ചോദിച്ചു. മഹാനായ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും നല്ലൊരു അധ്യാപകനായിരുന്നു. സ്വഹാബികളെ എത്രയെത്ര സന്ദർഭങ്ങളിലാണ് അവർക്ക് ആകാംക്ഷയുളവാക്കുന്ന ചോദ്യങ്ങളും ചില സൂചനകളും ആദ്യം നൽകുകയും പിന്നീട് വിഷയം കൃത്യമായി പ്രതിപാദിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം ഈ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഇല പൊയ്ക്കാത്ത ഒരു മരമുണ്ട്, ആ മരത്തിനോട് സാദൃശ്യം ഒരു മുസ്ലിമിനാണ്, ആ മരം ഏതാണ് നിങ്ങൾ പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദ്യം ഉന്നയിച്ചു. ജനങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആളുകൾ താഴ്വരയിൽ കാണുന്ന പൊതുവെയുള്ള പല വൃക്ഷങ്ങളെ കുറിച്ചുമൊക്കെ സൂചിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം പറയുന്നു, വവഖഅ ഫീ നഫ്സി അന്നഹാ അന്നഖ്ല, എന്റെ മനസ്സിൽ എനിക്ക് തോന്നി അത് ഈന്തപ്പനയാണ്. ഫസ്തഹയൈതു, എനിക്ക് ലജ്ജയായി. കാരണം ഒരുപാട് വലിയ മുതിർന്ന സഹാബികൾ അവിടെ ഉണ്ട്. അവരെല്ലാം മിണ്ടാതിരിക്കുമ്പോൾ, ശരി പറയാതിരിക്കുമ്പോൾ കൂട്ടത്തിൽ ചെറുപ്പക്കാരനായ ഞാൻ ഉത്തരം പറയുന്നതിനെ തൊട്ട് ഞാൻ ലജ്ജിച്ചു. സുമ്മ ഖാലു, പിന്നീട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഹദ്ദിസ്നാ മാ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആ വൃക്ഷം ഏതാണെന്ന് താങ്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഖാല ഹിയ നഖ്ല, അവിടുന്ന് പറഞ്ഞു അത് ഈന്തപ്പനയാണ് എന്ന് പറയുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മസലുൽ മുഅ്മിനി മസലുൻ നഖ്ല, ഒരു സത്യവിശ്വാസിയുടെ ഉപമ ഒരു ഈന്തപ്പനയുടെ ഉപമയോടാണ് എനിക്ക് ഉപമിക്കാനുള്ളത്. മാ അഖത മിൻഹാ മിൻ ഷൈഇൻ നഫഅക്, നീ അതിൽ നിന്ന് എന്തെടുത്താലും അതിൽ നിനക്ക് ഉപകാരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതായത് വ്യത്യസ്ത സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈന്തപ്പനക്ക് മുസ്ലിമിനോട് വലിയ ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മറ്റു വൃക്ഷങ്ങൾക്കിടയിൽ നിന്നും ഒരു വിശ്വാസിയുടെ ഉപമയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈന്തപ്പനയെ തിരഞ്ഞെടുത്തത് നമുക്ക് വ്യത്യസ്ത ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. അള്ളാഹുവിലും അന്ത്യദിനത്തിലും അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു മനോഹരമായ ജീവിതം കാഴ്ചവെക്കുന്ന ഒരു മുസ്ലിം, തനിക്ക് ചുറ്റുമുള്ളവർക്കെല്ലാം ധാരാളം ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന അടിയുറച്ച വിശ്വാസമുള്ള ഒരു മുസ്ലിമിന് മധുരമുള്ള കായ്കൾ നൽകുന്ന വേരും തടിയും അതിന്റെ കാണ്ഡവുമെല്ലാം ഉപകാരത്തിനായി മാത്രം ജനങ്ങൾ ഉപയോഗിക്കുന്ന ഈന്തപ്പനയോട് ധാരാളം സാദൃശ്യങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈന്തപ്പനയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനിനെയും നമ്മൾ ശരിക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അത്ഭുതത്തോടുകൂടി ഒരുപാട് സാമ്യതകൾ സഹോദരങ്ങളെ നമുക്കത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര മനോഹരമായാണ് ഈന്തപ്പനയെ പടച്ചിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലിമത്തു തൗഹീദിനോടാണ് ഈന്തപ്പനക്ക് സാദൃശ്യമുള്ളത് എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞില്ലേ, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറത്തിൻ തയ്യിബ. നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഏറ്റവും നല്ല വാക്യമായ കലിമത്തുൻ തയ്യിബ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് അത് മുഫസ്സിറുകൾ വിശദീകരിച്ചത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചത് നിങ്ങൾ കണ്ടില്ലേ, കശജറത്തിൻ തയ്യിബ, ഏറ്റവും നല്ല വൃക്ഷം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് ഈന്തപ്പനയാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു തആല ഈന്തപ്പനയോട് ഉപമിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് അതിന്റെ ഉപമ? അസ്ലുഹാ സാബിതുൻ വ ഫർഉഹാ ഫിസ് സമാ, അതിന്റെ വേരുകൾ ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്, അതിന്റെ ശിഖരങ്ങൾ ആകാശത്തേക്ക് അതിങ്ങനെ പന്തലിച്ചു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ അനുമതിയാൽ അത് വർഷം മുഴുവനും ഇങ്ങനെ ഈത്തപ്പഴം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും, അതിന്റെ കായ്കനികൾ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾ ശരിക്ക് ആലോചിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉദാഹരണങ്ങൾ നിങ്ങൾക്കിതാ വിവരിച്ചു നൽകുകയാണ് എന്ന് സഹോദരങ്ങളെ അല്ലാഹു തആല പറയുകയാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ഒരു മുഅ്മിനിന് ഈന്തപ്പനയോട് ഒരുപാട് സാദൃശ്യമുണ്ട്, ഒരുപാട് സാദൃശ്യം സഹോദരങ്ങളെ ഈന്തപ്പനക്കുണ്ട് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു മുസ്ലിമിന് ഏതെല്ലാം രൂപത്തിലാണ് ഈന്തപ്പനയോട് സാദൃശ്യമുള്ളത് എന്ന് വളരെ കൃത്യമായി ഈ ഹദീസുകളെയും ഈ ആയത്തിനെയും ഒക്കെ വിശദീകരിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിലൊന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഒരു ഈന്തപ്പനക്ക് അതിന് വേരുകളുണ്ട്, അതിന് കാണ്ഡമുണ്ട്, ശിഖരമുണ്ട്, അതിന് ഓലയുണ്ട്, അതിന് ഫലങ്ങളുണ്ട്. അതുപോലെ തന്നെ വിശ്വാസിക്കും സഹോദരങ്ങളെ ഇതുപോലെയുള്ള വ്യത്യസ്ത കാര്യങ്ങൾ ഒരു വിശ്വാസിയിലുണ്ട് എന്നുള്ളതാണ്. ഒരു വിശ്വാസിയുടെ വേരിനോട് ഉപമിക്കാവുന്നത് അവന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള അവന്റെ വിശ്വാസ കാര്യങ്ങളാണ്. വിശിഷ്യ ഉസൂലുൽ ഈമാൻ എന്നറിയപ്പെടുന്ന 6 വിശ്വാസ കാര്യങ്ങൾ ഒരു ഈന്തപ്പനയുടെ വേരിനോടാണ് ഉപമിക്കാവുന്നത്. അതുപോലെ തന്നെ ആ ഈന്തപ്പനക്ക് സഹോദരങ്ങളെ കാണ്ഡവും ശിഖരവുമെല്ലാം ഉണ്ട്. അത് വിശ്വാസിയിൽ നിന്നുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ സൽക്കർമ്മങ്ങളെയാണ്, അമൽ സാലിഹാത്തിനെയാണ് അതിനോട് ഉപമിക്കാവുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ഈന്തപ്പനയിൽ ഈത്തപ്പഴമുണ്ട്, കായ്കനിയുണ്ട്. വിശ്വാസി ദുനിയാവിലും ആഖിറത്തിലും വേണ്ടി കൊയ്തെടുക്കുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. വ്യത്യസ്ത രൂപങ്ങളിലുള്ള നന്മകളും സൗഭാഗ്യങ്ങളും വിശ്വാസി കരസ്ഥമാക്കുന്നുണ്ട്. അവന്റെ ഇൽമിന്റെയും അവന്റെ ഈമാനിന്റെയും അടിസ്ഥാനത്തിൽ ഒരുപാട് സൗഭാഗ്യ ജീവിതം ദുനിയാവിലേക്ക് അവൻ കൊയ്തെടുക്കുന്നുണ്ട്. ആഖിറത്തിലേക്ക് വേണ്ടി അവൻ കരുതി വെക്കുന്നുണ്ട്. ഇതവന്റെ കായ്കനികളാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അഥവാ ഒരു ഈത്തപ്പഴത്തിന് വ്യത്യസ്ത ഭാഗങ്ങൾ ഉള്ളതുപോലെ തന്നെ വിശ്വാസിക്കും അതുപോലെ വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്. അവന്റെ വേരുകൾ, അവന്റെ ഈന്തപ്പനത്തിന്റെ വേരുകൾ അവന്റെ ഹൃദയത്തിലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസമാണ്. ശിഖരങ്ങൾ അത് സൽക്കർമ്മങ്ങളാണ്.
ഫലങ്ങളായി ദുനിയാവിലും ആഖിറത്തിലേക്കും അവൻ കരുതി വെക്കുന്ന സൗഭാഗ്യങ്ങളാണ് എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഈന്തപ്പനക്ക്, ആ വൃക്ഷത്തിന് നല്ല വെള്ളവും അതുപോലെ തന്നെ പരിപാലനവും ലഭിക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പോഴാണ് അതിലേറ്റവും നല്ല കായ്കനികൾ ഉണ്ടാകുന്നത്. ഈത്തപ്പഴം അതേറ്റവും നന്നായി ഉണ്ടാകുന്നത്. നല്ല രൂപത്തിൽ അതിനെ പരിപാലിക്കണം, മറ്റു വൃക്ഷങ്ങളെ പോലെയല്ല എന്ന് കാണാൻ സാധിക്കും. അതിന് കൊടുക്കേണ്ട നനവ് കുറഞ്ഞു പോയാൽ അതിനുണക്കം ബാധിക്കും. അത് തീരെ ലഭിക്കാതായാൽ അത് നശിച്ചു തന്നെ പോകും എന്നുള്ളത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇതുപോലെയാണ് ഒരു മുഅ്മിൻ. അവന് യഥാർത്ഥ ജീവിതം സാധ്യമാകണമെങ്കിൽ അവന്റെ ഖൽബിന് അറിവും സൽപ്രവർത്തനങ്ങളും മുഖേന നനച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇൽമും അമലും എത്ര കണ്ട് കുറയുന്നുവോ അത്രയും അവന്റെ ജീവിതം സഹോദരങ്ങളെ അപകടത്തിലായിരിക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയിലൂടെ ലഭിക്കുന്ന അല്ലാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയുമല്ലാതെ അവന്റെ ഖൽബിന് ജീവൻ നിലനിർത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണുക, അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസി കമൻ മസലുഹു ഫിദ്ദുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് ലഭിക്കുന്നതിനു മുമ്പ് മരിച്ചുപോയ ചത്ത ഖൽബുമായി ജീവിച്ച ഒരുവന് ഹിദായത്തിന്റെ പ്രകാശം ലഭിക്കുകയും അതിന്റെ ഉൾക്കാഴ്ചയിലൂടെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരാളും കുഫറിന്റെയും തിന്മകളുടെയും അന്ധകാരത്തിൽ നിന്നും പുറത്തു കടക്കാനാകാത്ത വിധം കഴിയുന്ന ഒരാളും ഒരുപോലെയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. വ്യത്യസ്ത രൂപങ്ങളിലെ കുഫറിലും ഷിർക്കുകളിലും മഅസിയത്തുകളിലും കഴിഞ്ഞിരുന്ന ആളുകൾക്ക് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമു മനസ്സിലാക്കി ഖുർആൻ പഠിച്ചിട്ട് ഹദീസുകൾ പഠിച്ചിട്ട് അവർ ജനങ്ങൾക്കിടയിലൂടെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നടക്കുന്നു. അതുപോലെയാണോ ഈ ഹിദായത്തൊന്നും ലഭിക്കാതെ, ഖുർആൻ മനസ്സിലാക്കാതെ, ഹദീസുകൾ മനസ്സിലാക്കാതെ ഇരുട്ടിൽ തപ്പുന്ന കാഫിറുകളും മുനാഫിക്കുകളും അതുപോലെയുള്ള തെമ്മാടികളും സഹോദരങ്ങൾ ഒരുപോലെയാണോ? കദാലിക സുയ്യിന ലിൽ കാഫിരീന മാ കാനൂ യഅമലൂൻ. എന്നാൽ ആ തിന്മകളിൽ മുഴുകുന്ന കാഫിറുകൾക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെല്ലാം ഭംഗിയായി തോന്നപ്പെടുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇതിൽ നിന്നും സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്, ഈന്തപ്പനക്ക് എത്രത്തോളം വെള്ളവും പരിപാലനവും ആവശ്യമാണോ അതുപോലെ അല്ല, അതിനേക്കാൾ കൂടുതൽ ഒരു മുഅ്മിനിന് തന്റെ ഖൽബിനെ സംരക്ഷിക്കാനുള്ള ഇൽമും അമലും ആവശ്യമാണ്. ഇല്ലെങ്കിൽ അത് ഇല്ലാതായി പോകുന്നതാണ്. അവന്റെ ഖൽബിൽ നിന്നും ഈമാൻ പതിയെ പതിയെ ഇല്ലാതായി പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു ثوبുൽ ഖലീഖ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഖൽബിലുള്ള ഈമാൻ അത് നശിച്ചു പോകുന്നതാണ്, അതില്ലാതായി പോകുന്നതാണ്, നുരുമ്പിപ്പോകുന്നതാണ്. ഒരു വസ്ത്രം അത് ഒരുപാട് കാലം ധരിക്കുന്ന സമയത്ത് അത് നുരുമ്പിപ്പോകുന്നത് പോലെ നിങ്ങളുടെ ഈമാനും അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആദ്യമുള്ള ഈമാൻ അത് എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതങ്ങനെ കുറഞ്ഞില്ലാതായിത്തീരും. അതുകൊണ്ട് ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫി ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ പുതുക്കി നിലനിർത്താൻ, എപ്പോഴും നല്ല നിലയിൽ നിലനിർത്താൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്. അപ്പോൾ ഈന്തപ്പനക്ക് അതിന് കിട്ടേണ്ട പരിഗണന കിട്ടാതിരിക്കുമ്പോൾ, വേണ്ട രൂപത്തിലുള്ള വളവും വെള്ളവും ഒക്കെ നൽകാതിരിക്കുമ്പോൾ അതിനുണക്കം ബാധിക്കുന്നു, അത് നശിച്ചു പോകുന്നു. അതുപോലെ സഹോദരങ്ങളെ, വേണ്ട രൂപത്തിലുള്ള ഇൽമും ഈമാനും നമ്മുടെ ഖൽബിന് ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയായിരിക്കും. അവന്റെ ബാഹ്യമായി നിനക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പക്ഷെ അവന്റെ ഖൽബ് ആ രൂപത്തിൽ നുരുമ്പിപ്പോയിട്ടുണ്ടാകും എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ സാദൃശ്യമായി പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഒരു വിശ്വാസിയും ഈന്തപ്പനയും തമ്മിലുള്ള ഒരു സാദൃശ്യമാണ്. ഈന്തപ്പന എന്ന് പറയുന്ന വൃക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അത് ഭൂമിയിൽ അതിന്റെ വേരുകൾ ഉറച്ചു നിൽക്കുന്ന ഒരു വൃക്ഷമാണ്. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ മുരട്, അതിന്റെ വേരുകൾ അത് സാബിത്താണ്, ഉറച്ചു നിൽക്കുന്നതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മറ്റു വൃക്ഷങ്ങളെ പോലെ പെട്ടെന്ന് പിഴുതെറിയാൻ പറ്റുന്ന ഒരു മരമല്ല, ഒരു വൃക്ഷമല്ല ഈന്തപ്പന എന്ന് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അപ്രകാരമാണ്. ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ വിശ്വാസമുള്ള ഒരു മുഅ്മിൻ അവൻ അങ്ങനെയാണ്. അവന് പെട്ടെന്നൊന്നും അവന്റെ വിശ്വാസത്തെ തെറ്റിക്കാൻ ആളുകൾക്ക് സാധിക്കുകയില്ല. അവൻ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഏത് വഴികേടിന്റെ ആശയങ്ങളെയും പ്രതിരോധിക്കാൻ അവന് സാധിക്കുന്നതായിരിക്കും.
എന്നാൽ ആ രൂപത്തിലേക്ക് ഈന്തപ്പനയുടെ വേരുകൾ താഴോട്ടിറങ്ങുന്നത് പോലെ ഒരുവന്റെ ഈമാൻ അവന്റെ ഖൽബിൽ ഉറച്ചിട്ടില്ല എങ്കിൽ അത് മറ്റു വൃക്ഷങ്ങളെ പോലെ ആയിത്തീരും. നാം ഈന്തപ്പനയെ പോലെ ആയിത്തീരേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം അത് യഥാർത്ഥത്തിൽ കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഇൽമ് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഏത് സംശയത്തിന്റെ മുമ്പിലും നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും, നമ്മുടെ ഈമാൻ പതറിപ്പോകാതെ നിൽക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, അത് ഇൽമിലൂടെയും നല്ല നല്ല സൽക്കർമ്മങ്ങളിലൂടെയും അല്ലാതെ നമുക്ക് ലഭിക്കുകയില്ല. ഒരിക്കൽ മഹാനായ ലൗസാഇ, ഇമാം ലൗസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഈമാനിനെ കുറിച്ച് ചോദിക്കുകയാണ്. യസീദ്, ഈമാൻ അത് വർദ്ധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നഅം ഹത്താ യകൂന മിസ്ലൽ ജിബാൽ. അതെ, അതൊരു പർവ്വത സമാനമായി തീരും. ഒരുവന്റെ വിശ്വാസം അത് പർവ്വത സമാനമായി തീരുകയാണ്. കൊടുമുടികൾ എത്രത്തോളം ഭൂമിയിൽ ആഴ്ന്നിറങ്ങി നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ ശക്തമായ ഈമാൻ ഒരാൾക്ക് ലഭിക്കും. അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കപ്പെട്ടു, അയൻകുസ്, അതിൽ കുറവ് വരുമോ? അദ്ദേഹം പറഞ്ഞു, നഅം, ഈമാനിൽ കുറവ് വരും. ഹത്താ ലാ യബ്ഖാ മിൻഹു ഷൈ, ഒന്നും ബാക്കിയില്ലാത്ത രൂപത്തിൽ, ഈമാൻ ഇല്ലാത്ത അവസ്ഥയിൽ സഹോദരങ്ങളെ കുറഞ്ഞ് അതങ്ങനെ വരുന്നതാണ്. ഒന്നുകിൽ അവൻ നിർബന്ധമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവനിലുള്ള തിന്മകൾ ചെറുതാണെന്ന് മനസ്സിലാക്കി ചെറിയ ചെറിയ തിന്മകളിൽ ആരംഭിച്ച് വൻ പാപങ്ങളിലേക്ക് അവൻ വീണിട്ട് സഹോദരങ്ങളെ അങ്ങനെ ഈമാൻ ഇല്ലാതായി തീരും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നാം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു ഈന്തപ്പന, അതിന്റെ വേരുകൾ അത് ആഴത്തിൽ ഇറങ്ങി നിൽക്കുന്ന വേരുകളാണ് അതിനുള്ളത്. അതുപോലെ ഒരു വിശ്വാസി അങ്ങനെ ആയിത്തീരേണ്ടതുണ്ട്. ഇൽമു കൊണ്ടും അമല് കൊണ്ടും അവന്റെ വിശ്വാസം അത് ആഴത്തിൽ ഇറങ്ങി നിൽക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും ഉറച്ച ഈമാൻ നമുക്ക് ലഭിച്ചാൽ, എങ്ങനെയാണ് മണൽക്കാറ്റിൽ ഈന്തപ്പന വൃക്ഷങ്ങളിൽ ആ ചൂടിനെ ഒന്നും കൂസാതെ എങ്ങനെയാണ് അത് ആടി ഒലയാതെ നിൽക്കുന്നത്, അതുപോലെ നമുക്ക് നിൽക്കാൻ സാധിക്കും എന്നുള്ള പാഠം ഒരു ഈന്തപ്പനയെ കാണുമ്പോൾ അതുപോലെ ആയിരിക്കണം ഞാൻ എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ഈന്തപ്പന എന്ന് പറയുന്നത് അതെല്ലാ ഭൂമിയിലും വളരുന്ന ഒരു വൃക്ഷമല്ല. എല്ലാ ഭൂമിയിലും അത് വളരുന്നില്ല. അതിന് അനുയോജ്യമായ മണ്ണുണ്ടായിരിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് വളരുകയുള്ളൂ. എന്നാൽ ചിലയിടങ്ങളിൽ അത് വളരും, പക്ഷെ അതിന് കായ്കനികൾ ഉണ്ടാവുകയില്ല. ഈന്തപ്പന വൃക്ഷത്തെ നമുക്ക് കാണാൻ, പക്ഷെ അതിൽ കായ്കനികൾ ഉണ്ടാവുകയില്ല. വേറെ ചില സ്ഥലങ്ങളിൽ അത് വളരും, കായ്കനികൾ ഉണ്ടാകുകയും ചെയ്യും, പക്ഷെ വേണ്ടത്ര ഗുണനിലവാരം അതിനുണ്ടാവുകയില്ല. അപ്പൊ എപ്പോഴാണ് അതിന് സഹോദരങ്ങളെ ഏറ്റവും നല്ല ഗുണനിലവാരം ഉണ്ടാകുന്നത്? അതിന് യോജിച്ച, ഏറ്റവും അനുയോജ്യമായ മണ്ണ് അതിന് നമ്മൾ നൽകണം എന്നുള്ളതാണ്. അപ്രകാരമാണ് യഥാർത്ഥത്തിൽ ഈമാനിന്റെയും അവസ്ഥ. അത് എല്ലാവരുടെ ഹൃദയങ്ങളിലും ഉണ്ടാവുകയില്ല. എല്ലാവരുടെ ഹൃദയങ്ങളിലും ഈമാൻ ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് എഴുതപ്പെട്ട അതിനർഹതയുള്ള ഖൽബുകളിൽ മാത്രമേ ഈമാൻ പ്രവേശിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ഹൃദയങ്ങളിലും ഈമാൻ ഒരുപോലെ ആയിരിക്കുകയില്ല. ഈമാനിന്റെ അവസ്ഥ ഒരുപോലെ ആയിരിക്കുകയില്ല. അവന്റെ ഖൽബെന്ന പാത്രം അത് എത്രത്തോളം മനോഹരമായ പാത്രമാക്കി ആ ഖൽബിനെ അവൻ വെക്കുന്നുവോ അത്രയും നല്ല രൂപത്തിൽ ഈമാനിന്റെ തിളക്കം അവനിൽ കാണാൻ സാധിക്കും. തിന്മകൾ കൊണ്ട്, അനാവശ്യങ്ങൾ കൊണ്ട് ആ ഖൽബിനെ മോശമാക്കിയോ ഈമാൻ പതിയെ പതിയെ അതിൽ നിന്നും ഊരിപ്പോകുന്നതാണ്. അവസാനം ഈമാന് നിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ ആ മോശപ്പെട്ട മണ്ണെന്ന പോലെ ആ ഈന്തപ്പന വൃക്ഷം അതിൽ നിന്നും ഇല്ലാതായി പോകുന്നത് പോലെ ഈമാനും ഇല്ലാതായി പോകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഖൽബ് സഹോദരങ്ങളെ അത് ഏറ്റവും നല്ല രൂപത്തിൽ ഈമാനിനെ സ്വീകരിക്കാൻ പാകമാകുന്ന രൂപത്തിൽ നാം വെക്കേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഈന്തപ്പനയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ആകാര ഭംഗി അത് വലിയ മനോഹരമായ കാര്യമാണ്. അതുകൊണ്ടാണ് പല ആളുകളും ഈന്തപ്പനയെ അത് മനോഹാരിതയ്ക്ക് വേണ്ടി അവരുടെ കെട്ടിടത്തിന് മുകളിലും കെട്ടിടത്തിന്റെ ചുറ്റും പരിസരത്തും റോഡുകളിലുമൊക്കെ അണിയിച്ചു നിർത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അതിന്റെ ഭംഗി അങ്ങനെയാണ്. അതിന്റെ ഫലം ആ രൂപത്തിൽ വശ്യതയുള്ള ഫലമാണ് അതിനുള്ളത്. അതിന്റെ എല്ലാ ഭാഗങ്ങളും അങ്ങനെ തന്നെയാണ്. ഇതുപോലെയാണ് ഒരു മുഅ്മിനിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അവൻ മുഴുവൻ വശ്യതയുള്ളതാണ്. അവന്റെ അകവും പുറവും രഹസ്യവും പരസ്യവുമെല്ലാം ഒരു മുഅ്മിൻ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് ജീവിക്കുന്നവനാണ് എങ്കിൽ അവന്റെ ബാഹ്യമായ രൂപത്തിൽ വശ്യതയുണ്ട്, അവന്റെ ഖൽബിൽ വശ്യതയുണ്ട്, അവന്റെ രഹസ്യത്തിലും പരസ്യത്തിലും അവൻ മനോഹരമായ ഒരു മനുഷ്യൻ തന്നെയായിരിക്കും. അവനെ കൊണ്ടൊരു ഉപദ്രവവും ഒരാൾക്കും ഉണ്ടാവുകയില്ല.
അതുകൊണ്ടാണല്ലോ ഒരു മുഅ്മിനീങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മലക്കുകൾ അവരോട് പറയുന്ന വാക്കുകൾ എന്താണ്? സലാമുൻ അലൈക്കും തുയ്ബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. നിങ്ങൾക്കിതാ സലാം പറയുകയാണ്. തുയ്ബ്തും, നിങ്ങൾ സംശുദ്ധ ജീവിതമാണ് ദുനിയാവിൽ ജീവിച്ചത്. നിങ്ങളുടെ ഉള്ളും പുറവുമൊക്കെ അള്ളാഹുവിനെ പേടിച്ചിട്ട് തൊയ്ബീങ്ങളായിട്ടാണ് നിങ്ങൾ ജീവിച്ചിട്ടുള്ളത്. ഫദ്ഖുലൂഹാ ഖാലിദീൻ, അതിനാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന മലക്കുകൾ സന്തോഷ വാർത്ത അറിയിച്ച് സലാം പറയുന്ന അവസ്ഥ സഹോദരങ്ങളെ ഒരു മുഅ്മിൻ അങ്ങനെ ആയിത്തീർന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈന്തപ്പനയെ പോലെ അതിന്റെ എല്ലാ ഭാഗങ്ങളും എത്ര മനോഹരമാണ് എന്നതുപോലെ തന്നെ ഒരു മുഅ്മിൻ അങ്ങനെ ആയിത്തീരേണ്ടതുണ്ട്. അവന്റെ രഹസ്യം മനോഹരമായിരിക്കണം, അവന്റെ പരസ്യവും മനോഹരമായിരിക്കണം, അവന്റെ സംസാരം അത് മനോഹരമായിരിക്കണം, അവന്റെ പ്രവൃത്തികൾ മനോഹരമായിരിക്കണം എന്ന കാര്യം സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഈമാനിന്റെ തിളക്കമുള്ള ഒരു മുഅ്മിൻ ഈന്തപ്പനത്തിന്റെ ആകാരഭംഗി എങ്ങനെയുണ്ടോ അതുപോലെ ആയിത്തീരും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് സഹോദരങ്ങളെ ഹദീസിൽ വന്നതുപോലെ തന്നെ ഈന്തപ്പനയുടെ ഭാഗങ്ങളെല്ലാം ഉപകാരമുള്ളതാണ് എന്ന ഭാഗം നമ്മൾ കേട്ടു. ഈന്തപ്പനയിൽ നിന്നും നീ എന്തെടുത്താലും അതിന് ഉപകാരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്രകാരമാണ് ഒരു മുഅ്മിൻ. അവൻ തനിക്ക് ചുറ്റുമുള്ളവർക്കെല്ലാം ഉപകാരം ചെയ്യുന്നവനാണ്. അവൻ എവിടെ പോയാലും അവിടെ അവനെ കൊണ്ടുള്ള ബറക്കത്തുണ്ടാകും, അവനെ കൊണ്ടുള്ള ഉപകാരമുണ്ടാകും. ഒരു സദസ്സിലാണെങ്കിൽ അവനെ കൊണ്ട് ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാവുകയില്ല, അവന്റെ നാവ് കൊണ്ട് ഒരാൾക്കും ഒരു പ്രയാസം ഏൽക്കേണ്ടി വരികയില്ല. ഒരാളുടെ സാന്നിധ്യത്തിൽ അവൻ അയാളെക്കുറിച്ച് മോശം പറഞ്ഞ് ഇകഴ്ത്തുകയില്ല. അവൻ എവിടെ പോയാലും അവിടെ ഉപകാരമാണ്. വീടിനകത്ത് കയറിയാൽ വീട്ടുകാർക്ക് അവനെ കൊണ്ട് സമാധാനമാണ്, ഉപകാരമാണ്. നാട്ടിലേക്ക് ഇറങ്ങിയാൽ നാട്ടുകാർക്ക് അവനെ കൊണ്ട് സമാധാനമാണ്. അവൻ മസ്ജിദിലാണോ, മസ്ജിദിൽ അവൻ സമാധാനമാണ്. അവന്റെ ചുറ്റുമുള്ള ആളുകൾക്കെല്ലാം സഹോദരങ്ങളെ സമാധാനവും നന്മകളും നൽകുന്നവനാണ് ഒരുവൻ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ആരാണ് തന്റെ നാവ് കൊണ്ടും കൈകൊണ്ടും മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവന് അവനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് അവനെ കൊണ്ട് ആളുകൾക്ക് ലഭിക്കുന്നതെല്ലാം ഉപകാരമുള്ള കാര്യമായിരിക്കും എന്ന് ചുരുക്കം. ഈന്തപ്പനയുടെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണോ അതുപോലെയാണ് മുഅ്മിനിന്റെ മുഴുവൻ ഭാഗങ്ങളും എന്നുള്ളത് സഹോദരങ്ങൾ അതിനോടുള്ള വലിയൊരു സാദൃശ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അടുത്ത കാര്യം സഹോദരങ്ങളെ, ലോകത്ത് തന്നെയുള്ള ഏറ്റവും നല്ല പ്രയോജനമായ കായ്കനികളിൽ ഒന്നാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത്. അതിലൊരുപോലെ തന്നെ മധുരവും ഉപകാരവും ഒരുമിച്ചു എന്നുള്ളത് അതിലുള്ള വലിയ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ വിശ്വാസത്തിനും മാധുര്യമുണ്ട് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ നേരായ ഖൽബുകൾക്കല്ലാതെ ആ വിശ്വാസത്തിനുള്ള മാധുര്യം അനുഭവിക്കാൻ സാധിക്കുകയില്ല. ആ മാധുര്യം എന്ന് പറയുന്നത് അത് ഫലവർഗ്ഗങ്ങളെക്കാളും വലിയ മാധുര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ട് എങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും. അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. എല്ലാ കാര്യങ്ങളെക്കാളും അള്ളാഹും അവന്റെ റസൂലും അവൻ ഏറ്റവും പ്രിയങ്കരമായി തീരുക. മറ്റെന്ത് ദുനിയാവിന്റെ കാര്യമാകട്ടെ, അള്ളാഹു താലക്ക് തൃപ്തിയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിലേക്ക് അവൻ തിരിഞ്ഞു നോക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലക്ക് വന്നിട്ടുള്ള കാര്യമാണെങ്കിൽ അതിലേക്ക് അവൻ തിരിഞ്ഞു നോക്കുകയില്ല. അത്രയും കൃത്യമായി അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള ഹുബ്ബുള്ള ഖൽബായിരിക്കും അവൻ ഉണ്ടാകുക. അതുപോലെ പറഞ്ഞു, അയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബു ഇല്ലാ ലില്ലാഹ്. അവൻ മറ്റൊരു സഹോദരനെ സ്നേഹിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമാണ്. അവൻ അല്ലാഹുവിലേക്ക് അടുക്കുന്നവനാണോ അവൻ നീ ഇഷ്ടപ്പെടും. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എത്രത്തോളം അവൻ എടുക്കുന്നുണ്ടോ അത്രയും ഇഷ്ടം നീ നിന്റെ ഒരു സഹോദരനെ സ്നേഹിക്കാൻ മാനദണ്ഡമാക്കും. അവൻ അല്ലാഹുവിൽ നിന്ന് അകലുന്ന സമയത്ത് അവൻ എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും ശരി, നിനക്ക് എത്ര വലിയ ഉപകാരം ചെയ്ത് തന്നവനാണെങ്കിലും ശരി, അവനെ നിനക്ക് സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാനും അള്ളാഹുവിന് വേണ്ടി വെറുക്കാൻ സാധിക്കും. അതുപോലെ മൂന്നാമത് പറഞ്ഞു, അതുപോലെ അവൻ കുഫ്റിലേക്ക് തിരിച്ചു പോകുന്നത് എപ്രകാരം അവനെ തീയിലേക്ക് വലിച്ചെറിയുന്നത് അവൻ വെറുക്കുന്നുണ്ടോ അതുപോലെ അവൻ വെറുക്കുമെന്നുള്ളതാണ്. ആരാണ് ഇഷ്ടപ്പെടുക തീയിലേക്ക് വലിച്ചെറിയാൻ? അതുപോലെ അവന്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയിൽ, കുഫറിൽ എത്തിപ്പോകുമോ, തിന്മകളിൽ എത്തിപ്പോകുമോ എന്നുള്ള പേടിയിൽ അവൻ അതിനെ വെറുക്കുന്നതാണ്. ആ രൂപത്തിൽ സഹോദരങ്ങളെ നമ്മുടെ ഖൽബ് ആയിത്തീർന്നാൽ നമുക്ക് ഈമാൻ മാധുര്യമായി അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ അമലുകളെല്ലാം തന്നെ ആസ്വാദ്യകരമായ രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടും. അതല്ല എങ്കിൽ ഇതെല്ലാം പ്രയാസങ്ങളായിരിക്കും, ഇബാദത്തുകളിൽ അലസതകൾ ഉണ്ടാകും എന്ന് കാണാം. അതുപോലെ നാം പറഞ്ഞു വന്നത് ഈത്തപ്പഴത്തിന്റെ കായ് എത്ര മധുരമുള്ളതാണോ അതുപോലെ വിശ്വാസവും മധുരമുള്ളതായി തീരും എന്ന കാര്യമാണ്. അതുപോലെ പറഞ്ഞു, ഈന്തപ്പനകൾ അതിന്റെ ഗുണത്തിലും രൂപത്തിലും ഒക്കെ ധാരാളം വൈവിധ്യങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് വിശ്വാസികൾ. എല്ലാ വിശ്വാസികളും ഒരേ ഇനമല്ല.
വിശ്വാസത്തിനനുസരിച്ച്, സൽക്കർമ്മങ്ങൾക്കനുസരിച്ച്, സ്വഭാവ ഗുണങ്ങൾക്കനുസരിച്ച് വൈവിധ്യമുള്ളതാണ് മുഅ്മിനീങ്ങൾ. അവരെല്ലാവരും ഒരുപോലെയല്ല. ചിലർ ചിലരേക്കാൾ ഫദ്ലുള്ളവരാണ്, ചിലർ ചിലരേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. അതായത് ഈന്തപ്പനയുടെയും പഴത്തിന്റെയും വ്യത്യസ്ത ഇനങ്ങൾ പോലെ തന്നെ സഹോദരങ്ങളെ മനുഷ്യരും മുസ്ലിമീങ്ങളും അങ്ങനെയാകും എന്ന് കാണാൻ സാധിക്കും. അവസാനമായി സഹോദരങ്ങളെ, ഈന്തപ്പന വൃക്ഷത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതെത്ര കാലം അതിന് ദൈർഘ്യമുണ്ടാകുന്ന, ആയുസ് കൂടുന്നുവോ അപ്പോഴെല്ലാം അതിന്റെ കായ്കനികൾ കൂടുതൽ നന്നാവുകയാണ് ചെയ്യുക. എത്ര വയസ്സുണ്ടാകുന്നോ, എത്ര പ്രായമുണ്ടാകുന്നുവോ അതിന്റെ കായ്കനികൾക്ക് കൂടുതൽ ഉപകാരമുണ്ടാകും. അതുപോലെ തന്നെയാണ് ഒരു മുഅ്മിൻ. അവന് പ്രായം വർദ്ധിക്കുന്നോറും അവനിലുള്ള നന്മകൾ അതേറ്റവും നല്ല മനോഹരമായ നന്മകളാണ് ഉണ്ടാവുക. സ്ഥിരതയോടുകൂടി അവൻ കർമ്മങ്ങൾ ചെയ്യുകയും അവനിൽ നിന്നുണ്ടാകുന്ന നന്മ ഗുണങ്ങളെല്ലാം കൂടുതൽ മെച്ചപ്പെട്ടതാവുകയും ചെയ്യും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചല്ലോ, മൻ ഖൈറുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറുള്ളവർ ആരാണ് എന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, മൻ താല ഉംറുഹു വഹസുന അമലുഹു, ആരാണോ ഒരുപാട് ആയുസ് ഉള്ളത്, ആ ആയുസ്സിനോടൊപ്പം അവൻ സൽക്കർമ്മങ്ങൾ അമലുകളെ നന്നാക്കുകയും ചെയ്തത്, അവനാണ് ജനങ്ങളിൽ ഏറ്റവും ഖൈറുള്ളവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, ഇതുപോലെ ഖുർആനിലും ഹദീസുകളിലും ഒക്കെ ധാരാളം ഉപമകളിലൂടെ ഒരുപാട് പാഠങ്ങൾ, നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ അല്ലാഹു തആല പറഞ്ഞു വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നിട്ടുണ്ട്. ആ ഉദാഹരണങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും അതുപോലെ നമ്മൾ ആയിത്തീരാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും നമുക്കേറെ സൗഭാഗ്യ ജീവിതം നൽകുന്ന കാര്യമാണ്. അല്ലാഹു തആല കേട്ട കാര്യങ്ങളെല്ലാം അതുപോലെ ജീവിതത്തിൽ പകർത്താൻ നമുക്കേവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ, രഹസ്യത്തിലും പരസ്യത്തിലും സംഭവിച്ചു പോയ തിന്മകൾ അല്ലാഹു തആല അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖ്ഖഹാ വജില്ലഹാ സിർറഹാ വഅലാനിയതഹാ صغيرها وكبيرها يا أرحم الراحمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.